ഋതുട്ടൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോണൊന്ന് ഓണാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അപ്പം പിന്നെ ചിരി തുടങ്ങും. അതേപോലെ തന്നെ ക്യാമറയുടെ ബാക്ക് സൈഡ്, ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടാലും മതി കേട്ടോ. ക്യാമറ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് അതിൻ്റെ മനസ്സിലാവും വീഡിയോ എടുക്കുകയാണ്. പിന്നെ ചിരിയോട് ചിരിയായിരിക്കും. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്തയ്ക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ പാലക്കായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഋതുവിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറി. ആദ്യം തന്നെ അരിയടുപ്പത്താക്കി. പിന്നെ ഇതാ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട്, അതും അടുപ്പത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മീൻ പീര പറ്റിക്കാനായിട്ടോ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അരപ്പ്. അതിന് മുന്നേ ഡോർ അടച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് ഒരാൾ ഓട്ടന്നെ എഴുന്നേറ്റ് വരും. അങ്ങനെ ഇതാ നമ്മുടെ മീൻ പീര പറ്റിച്ചതും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ പെട്ടെന്നൊരു രസം കൂടെ ആക്കി എടുക്കുന്നുണ്ട്. 2-3 ദിവസത്തേക്ക് നമുക്ക് രസം എന്തായാലും ആവും കേട്ടോ. അതുകൊണ്ട് ഇതാ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഋതു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഋതുവിനുള്ള ഫുഡും കൊടുത്തിട്ട് ഇതാ ഞങ്ങളും ഫുഡ് കഴിച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അതും കഴുകി എല്ലാം തൈര് സ്റ്റാൻഡിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഋതുവിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് അങ്ങ് തീർക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ ഋതു ഉള്ളതുകൊണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ പാത്രമെല്ലാം കഴുകി വെച്ച് അവിടെ നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ചധികം വേസ്റ്റ് ഉണ്ടായിരുന്നു കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കൂടെ കത്തിച്ചിട്ട് ഇവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി അതും കൂടെ കൊണ്ടിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല, കാറ്റടിച്ച് ചവറുകളെല്ലാം ഈ മുറ്റത്താണ്. പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്തമാനങ്ങൾ